എടുത്ത് വിളിക്കണം നമുക്ക് വഴിക്ക്. ആളുകൾക്കൊക്കെ ആഘോഷിക്കാൻ എന്തെങ്കിലും സാധനം കിട്ടിയാൽ അവിടെ ഉണ്ടാവും. അവിടെ എന്താ ഉള്ളതെന്നറിയില്ല. ഇവിടെയും ഫോറസ്റ്റാണ്. അതിലെ പോകാൻ പറ്റുമെന്നറിയില്ല, പോയി നോക്കാം. ഇതിലേക്ക് കുറച്ച് ദൂരം എന്ത് കോപ്പടം വേണം. അതിലും പോയി നോട്ടെ ഇതിൻ്റെ അകത്തേക്ക്. അവിടെ റീൽസ് എടുക്കുകയാണ്, റീൽസ്. മണ്ണ് വേണോ? എന്താണ് ഇവിടെ ഉദ്ദേശിക്കണമെന്നറിയില്ല. കുറേ പശുക്കളുണ്ട്. ആളുകൾ ചുമ്മാ ഇറങ്ങി, അതന്നെ പച്ചപ്പ് കണ്ടപ്പോൾ അവിടെ ഇറങ്ങി, ഇത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല. അങ്ങോട്ട് എന്തെങ്കിലും വഴി കാണുന്നുണ്ട്, അതിൽ അങ്ങോട്ട് കുറച്ച് ദൂരം പോയി നോക്കാം. ഫോറസ്റ്റിനകത്തോട്ടുള്ള വഴിയാണ്. എന്താണ് ഉദ്ദേശിക്കുന്നത് ഒരു പിടിയില്ല. ഓ, പിള്ളേരെയൊക്കെ ചുമ്മാ കയ്യും വിട്ടിങ്ങനെ ഇട്ടേക്കാണ്. അങ്ങോട്ട് ആൾക്കാർ പോകുന്നുണ്ട്, എന്താണെന്നറിയില്ല, പോയി നോക്കാം. പെട്ടെന്ന് ആൾക്കാരെ കണ്ടപ്പോൾ ജസ്റ്റ് നോക്കിയതാണ്. പോയി കാടിനകത്തെത്തുമെന്നറിയില്ല. കാറവിടെ തിരിച്ചു. സ്കൂട്ടർ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഫോറസ്റ്റുകാർ വരുമെന്ന് അറിയില്ല. കാടാണ് കാണാം, വനപ്രദേശം. സ്കൂട്ടർ അങ്ങോട്ട് പോയിട്ടുണ്ട്. വേറെ സ്കൂട്ടറുകളുണ്ട്. അപ്പോൾ അവിടെ അതിൻ്റെ അകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ആയിരിക്കാം. കോൺക്രീറ്റ് ചെയ്ത റോഡാണ്, അപ്പോൾ താമസം ഉണ്ടാവും ആളുകൾ. അല്ലാതെ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്യില്ല. പശുവിൻ്റെ ചാണകമൊക്കെ കാണുന്നുണ്ട്. പശുവാണ് കാത്തു പോറ്റാന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടം വരെ ഉള്ളൂ. ഇവിടെ അങ്ങോട്ടില്ലേ. പ്രൈവറ്റ് ഏരിയ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കുറവാണ്. അങ്ങോട്ടൊന്നുമില്ല. വനമാണെന്ന് വേണം അങ്ങോട്ട്. ആളില്ലേ? അങ്ങോട്ട് പോകാൻ പറ്റില്ലേ? ആ, ഓക്കെ. പുള്ളി പോകാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ഥലമൊന്നും ഒരു പിടിയില്ല. പോയി നോക്കാം. കാട്ടുവഴിയാണ്. പുള്ളി തിരിച്ചു പോയി. അപ്പം ഞാൻ അവനും ഒറ്റയ്ക്ക് മല കയറിക്കൊണ്ടിരിക്കുക. അതിൻ്റെ അകത്തുനിന്ന് ഒരു ആന വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാനീ കാട്ടുവഴിയാണ്, മണ്ണ് വഴി. ഇവിടെ വരെ വന്നിട്ട് എന്താണെന്ന് അറിയാൻ കാറുകളൊക്കെ പോണ വഴിയാണെന്ന് തോന്നാനിട്ട്. ഇടതുവശത്തുണ്ട്, വലതുവശത്തേക്കുണ്ട്. അവിടെ ഒരു സ്കൂട്ടർ നേരത്തെ പോയവരവിടെ കൊണ്ട് നിർത്തിയുണ്ട്. ഇവിടെയുണ്ട്. കാടാണ്. ആണെന്ന് പറയാൻ വനം ആണേ.
ചുറ്റും വനമാണ്. അപ്പം അങ്ങോട്ട് എടുക്കുമ്പോൾ കാണാൻ പറ്റുമെന്ന് അറിയില്ല. ലൈറ്റ് ഇങ്ങോട്ടാണ്, ഞാൻ ചരിച്ചെടുക്കത്തി. അപ്പോൾ ആ സ്കൂട്ടറുകാർ അങ്ങോട്ട് പോകുന്നുണ്ട്. എന്തായാലും കാട്ടുവടിയാണെങ്കിലും വൃത്തിയുണ്ട്. വേറെ അധികം കിട്ടണമെന്നില്ല, ചില ഭാഗത്ത് മാത്രമേ ഉള്ളൂ. നമ്മുടെ നാട്ടിലെ വഴീനെ അപേക്ഷിച്ച് വലിയ കുഴപ്പമില്ല. ഈ വഴി തെറ്റാണെന്ന് ആൾക്കറിയാം. ഞാൻ തിരിച്ചു പോകണ വഴിയൊന്നും എനിക്ക് അത്ര പിടിയില്ല. ഇപ്പം ഞാൻ എങ്ങടാ പോയെന്ന് പോലും എനിക്കറിയില്ല. ഞാനില്ല, ഇപ്പം ഞങ്ങളെങ്ങോട്ടാ പോയെന്ന് പോലും ഞങ്ങൾക്കൊരു പിടിയില്ല. ഞങ്ങൾ പോണതായിരിക്കാണ് നല്ലതെന്നുള്ളേ കണ്ടിട്ട്. വഴി തെറ്റീൻ്റെ അകത്ത് കിടന്ന് കറങ്ങണ ലക്ഷം കാണിക്കുന്നുണ്ട്. തനിക്കാട്ട് വഴിയാണുള്ളത്. ഏകദേശമൊക്കെ മനസ്സിലാവും. എങ്ങനെ പോയാലും ചിലപ്പോൾ റോഡിലെത്തുമായിരിക്കും. ഇതിപ്പോൾ എങ്ങോട്ടാണ് പോണേന്നൊരു പിടിയില്ല. അല്ല പുഴയുടെ ആറിൻ്റെയൊക്കെ തീരത്തോട്ടാണെന്നറിയില്ല. പകലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, നമുക്ക് കുറച്ചും കൂടി ടൈം കിട്ടും. അപ്പം അങ്ങോട്ടൊരു ഇറക്കമൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇല്ല, ഞങ്ങൾ പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒരു 4 കൂടിയ വഴിയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അതിൻ്റെ അകത്തേക്കൊക്കെ ഇഷ്ടംപോലെ വഴികളും സാധനമൊക്കെ ഉണ്ട്. നമ്മൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആനയും പുലിയൊക്കെ ഇറങ്ങുന്ന സ്ഥലമായിരിക്കും. എവിടെയെങ്കിലും വല്ല പുലിയോ. ഇതിനകത്ത് വേറെ പ്രശ്നമെന്ന് വെച്ചാൽ ചിലപ്പോൾ വഴി തെറ്റും. എല്ലാ വഴിയും ഒരേ പോലെ ഇരിപ്പുണ്ട്. ഇവിടെ ഒരു ദിശാസൂചിയൊന്നുമില്ല. അങ്ങോട്ട് പോകുന്തോറും വനമാണ്. എൻ്റെ മുകളിലൊരു തേനീച്ചക്കൂടാണ്, കാട്ടു തേനീച്ചയാണ്. ആണോ? ഉണ്ടോ? നല്ല വലിയ തേനീച്ചക്കൂട്. അതങ്ങോട്ട് ഇളകിയിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ നോക്കണ്ട, തിരിച്ചു പോകാൻ നല്ലത്. വഴി തെറ്റാൻ സാധ്യതയുണ്ട്. രാത്രി പിന്നെ ഇവിടെ കിടന്ന് കറങ്ങണം. ഏത് വഴിയാണെന്നൊരു പിടിയില്ല. വേണ്ട, അങ്ങോട്ടൊരു വഴിയുണ്ട്, ഇങ്ങോട്ടൊരു വഴിയുണ്ട്, അങ്ങോട്ടൊരു വഴിയുണ്ട്. ഇപ്പോൾ വന്ന വഴി ഇതാണ്. അപ്പോൾ വന്ന വഴി പോയില്ലെങ്കിൽ ഞങ്ങൾക്ക് പണി കിട്ടും. തിരിക്കാം. പിന്നെ ഈ രാത്രിയാകുമ്പോൾ ഇതിൻ്റെ അകത്ത് കിടന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങാനേ പറ്റുള്ളൂ. പുള്ളിക്ക് പരിചയം ഉണ്ടാവും, അതുകൊണ്ടാണ് പോകാമെന്ന് പറഞ്ഞത്. അല്ലെ പരിചയമുള്ള ആൾക്കാർ പോകും. നമ്മൾ പരിചയമില്ലാതെ ഇതിനകത്തോട്ടൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഒരു സംശയമുണ്ട് ഏത് വഴിയാണ് വന്നതെന്ന്. അയാൾ ഇടതുവശത്തോട്ടാണ് വന്നത്. ഇടതുവശത്തേക്ക് പോയി കഴിഞ്ഞാൽ റോഡിലോട്ട് എത്തുമായിരിക്കും. പകലാണെങ്കിൽ കുഴപ്പമില്ല, പകലാണെങ്കിൽ കുറച്ച് സമയം കിട്ടും. പകലെപ്പോഴെങ്കിലും വരാം. നേരത്തെ വന്ന സ്കൂട്ടറുകാർ നേരെ അങ്ങോട്ടാണ് പോയെന്ന് എനിക്കോ. പക്ഷെ അത് ഇറക്കമാണ്, പിന്നെ തിരിച്ച് കയറാൻ വലിയ പാടാണ്. വേണ്ട, ശരിയാവില്ല. ഇറക്കത്തോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉറുമ്പുണ്ട്. ഇറക്കത്തോട്ട് പോയാൽ പിന്നെ തിരിച്ചിറങ്ങാൻ വലിയ പാടാണ്. ഇപ്പം തന്നെ വഴി തെറ്റി. ഏതാ വഴിയെന്ന് ഒരു പിടിയില്ല. ഞങ്ങളെ 2 ഒറ്റയ്ക്ക് ഒരു കാട്ടില്ല. ജീപ്പാണ്, ഒരു മനുഷ്യൻ കാണിച്ചത്. ഉണ്ടോ? ശബ്ദമാണ്. ഇവിടുന്ന് ഒച്ച ഉണ്ടാക്കിയാൽ പോലും കേൾക്കില്ലായിരുന്നു. അത്രയും ദൂരെയാണ് പലരും. എന്താണ് ഇവിടെ കാണാനൊന്നറിയില്ല. പകലെപ്പോഴെങ്കിലും വരണമെങ്കിൽ നോക്കാം നമുക്ക്. ഈ വഴി തന്നെയാണോ വന്നതെന്ന് പോലും സംശയമുണ്ട്. ഞങ്ങൾ പതിയെ അങ്ങോട്ട് തിരിക്കട്ടെ. അല്ലെങ്കിൽ വഴിയുണ്ട്, നമ്മൾ ആ വഴിയാണ് വന്നത്. അടുത്ത ദിവസത്തെ കൂടി ആ വഴി പോയാലെങ്ങനെയെന്ന് നോക്കട്ടെ. നല്ലതാണെങ്കിൽ കുഴപ്പമില്ല. ഇതെങ്ങോട്ടുള്ളതെന്നൊരു പിടിയില്ല. വല്ല പുഴയുടെ തീരത്തോട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ. പക്ഷെ ഇതെന്താണ് ഉദ്ദേശിച്ചതെന്ന് അറിയില്ല. ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണോ ഗവൺമെൻറ്റാണോ ഇങ്ങനെ കയറ്റി വിടുമോ നമുക്കറിയില്ല.
ഇത് ഓഫ് റോഡൊക്കെ ചെയ്യാൻ പറ്റിയ ഓഫ് റോഡല്ല, ഓഫ് റോഡ് ഇപ്പോഴല്ല, എന്തെങ്കിലും ഇവിടെ ഒന്ന് ഓഫ് റോഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഇതൊന്നും പക്ഷെ നല്ല ഉറപ്പുണ്ട്. ഇവിടെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതെണ്ണവിടെ ഇപ്പം ഉണ്ട്, പുള്ളിയുടെ ചോദിച്ചു നോക്കണം ഇവിടെ എന്താണ് ശരിക്കും ഇവിടെ ഉള്ളത്. അങ്ങോട്ട് വല്ലതും ഉണ്ടാവോ? ഏടാമ്മ ഏത് വഴി പോവാൻ? ഈ വഴി കോൺക്രീറ്റ് വഴി ഉണ്ട് താഴത്തേക്ക്. ഓ 1.5 കിലോമീറ്റർ പോകണം. ആ ശരി. ആ ഇപ്പോൾ പോയിട്ട് കാര്യമില്ലെന്നോളെ. ആ ഇപ്പം തിരിച്ചു പോകുമ്പോൾ വഴി ഏറ്റവും ഈ വഴി തന്നെ പോകാൻ പറ്റുള്ളൂ. പിന്നെ തിരിച്ച് വേറെ വഴിയൊന്നും അതിലും വരാൻ പറ്റും. ആ അത് ശരി, അതിലേ വരാൻ പറ്റും. ഇപ്പോൾ തങ്കട്ടിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് വരാൻ പറ്റുമോ? 1.5 കിലോമീറ്റർ ഉള്ളൂ. ഇവിടെ നിന്ന് കോൺക്രീറ്റ് റോഡ് ചെന്നിട്ട് ഇവിടെ ഒരു വലിയ കയറ്റമുണ്ട്, കോൺക്രീറ്റ് കയറ്റം. ചെല്ലുമ്പോൾ അവിടുന്ന് റൈറ്റ് പോവുക. റൈറ്റ് പോകുമ്പോൾ ഒരു പാലം കിടന്ന് കഴിഞ്ഞാൽ ആ ബണ്ടക്കടത്തെ അതായത് ടാറിങ് വഴിയാണ് അവിടെ ചെല്ലുമ്പോൾ വലിയൊരു റോഡിലേക്ക് തന്നെയാണ്. അവിടുന്ന് റൈറ്റ് പോകും. 1.5-2 കിലോമീറ്റർ വരും. 2 കിലോമീറ്റർ. 5-6 മണിയായി. വീടെവിടെയാ? ഞാൻ എടപ്പള്ളി. അയാളെ ഇനിയും വരാൻ കുഴപ്പമില്ല. ഞാനിപ്പോൾ തട്ടേക്കാട് വന്നതാണ്. അപ്പോൾ തട്ടേക്കാടും അതിൻ്റെ കൂട്ടത്തിൽ ഈ വഴി പോവാം അല്ലേ? ജസ്റ്റ് ഒന്ന് പോയി നോക്കിയാലോ. ആളുണ്ടാവും അല്ലേ? ഉണ്ടാവും അല്ലേ? അടയ്ക്കും അവരങ്ങനെ ഇതൊന്നുമല്ല. അത് ശരി. അങ്ങനെയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ. രാത്രി തിരിച്ചു വന്ന് ഞാനുണ്ടാവും. ഓ ഇതിലുണ്ടോ? ഈ ഭാഗത്താ? ഇന്നലെ രാത്രി അത് ശരി. ഓ ആ വഴി തന്നെ പോവാം അല്ലേ? അപ്പോൾ കോതമംഗലത്തേക്ക് എത്തും. വഴിയാണ് അല്ലേ? ഓ ശരി. അപ്പോൾ ഞാൻ ഓർത്ത് ഇത് ഇവിടെ ആരും കാണുന്നില്ല. അപ്പോൾ എന്താന്ന്. ശരി, ഓക്കെ, താങ്ക് യു. കോൺക്രീറ്റ് വഴി ഈ വഴിയാണോ പറഞ്ഞത്? ഈ വഴി അല്ലേ? ഓക്കെ, താങ്ക് യു. ഇറക്കം എന്ന് പറഞ്ഞാൽ 1.5 ഇറക്കം. എൻ്റെ പൊന്നെ, കാട്ടുവഴി എന്ന് പറഞ്ഞാൽ കാട്ടുവഴി തന്നെ. ഇവിടെ ആന ഉണ്ടാവും എന്നുള്ളത് നമുക്ക് മറ്റേ ഓണാക്കില്ല. ഇപ്പം ഇത് ഓഫ് ചെയ്തിട്ടേ മറ്റേ ഓണാക്കാം.